ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വി നെക്കിൽ ഒരു അടിപൊളി ബുട്ടിക് ഡിസൈൻ ആണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും, ആക്ട്രസ് അനുമോൾ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ ഒരു കസ്റ്റമൈസേഷൻ വർക്ക് ഉണ്ടായിരുന്നു. ബ്ലാക്കിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തത്. അപ്പോൾ അതിന്റെ ഒരു റിവ്യൂ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇന്ന് നമുക്ക് ഇതിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാമെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ചെയ്ത വർക്ക് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പെട്ടെന്ന് ഒരു കസ്റ്റമറിന് വേണ്ടി ബ്ലാക്കിൽ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് സെയിം യെല്ലോയിൽ തന്നെ ഈ വർക്ക് ചെയ്യാം. ഡീറ്റെയിലിംഗ് എന്താണെന്ന് പറഞ്ഞു തരാവേ. നല്ലൊരു വൈഡായിട്ടുള്ള വീനക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മുടെ ഡിസൈനിൽ ഞാൻ പേപ്പറിൽ റഫായിട്ടാണ് വരച്ചേക്കുന്നത്. മെറ്റീരിയൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 6 ഇഞ്ച് വിട്ടും 5.5 ഇഞ്ച് ലെങ്തുമാണ് നെക്കിന് കൊടുത്തേക്കുന്നത്. നല്ലൊരു വീനക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ചെറിയൊരു കർവ് ഷേപ്പിലാണ് നമ്മൾ വരച്ചെടുത്തേക്കുന്നത്. ചെറിയൊരു സ്കാലപ്പ് പോലെ കണ്ടല്ലോ. ഇത് ഇവിടെ നിന്ന് ചെറിയൊരു കർവായിട്ട് 3 ലൈനിലായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം വീനക്ക് വന്നിട്ട് താഴേക്ക് യോക്ക് 14 ഇഞ്ചാണ് നോർമലി കൊടുക്കുന്നത്. ഈ 14 ഇഞ്ച് വരെയും ഈ ലൈന് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീനെക്കിന്റെ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടോ അല്ലെങ്കിൽ ഈ ലൈന് താഴോട്ടോ റൈറ്റ് സൈഡിലോട്ടോ വരയ്ക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഈ 3 ലൈനിലായിട്ടാണ് ഈ കർവ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സെന്ററിൽ വരുന്ന ഭാഗത്ത് നമുക്ക് ഗോൾഡൻ കളർ ബീഡ്സും ലെഫ്റ്റും റൈറ്റും വരുമ്പോൾ അതിന്റെ 2 സൈഡിലായിട്ട് ചെറിയ കട്ട് ബീഡ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. കണ്ടല്ലേ, 3 ലൈനായിട്ടാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് ഇവിടെ ഒരു ലീഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു വൈറ്റ് പേൾ വെച്ച് കൊടുക്കുന്നുണ്ട്. 3 പെറ്റൽ പോലെ ഇവിടെയും ചെയ്യുന്നുണ്ട്. ഒരു ഫ്ലവർ ഡിസൈനിലാണ് ചെയ്തെടുക്കുന്നത്. സിംഗിളായിട്ട് ചെറിയ റൗണ്ട് കൊടുത്തേക്കുന്ന പോർഷനിൽ നമുക്ക് വൈറ്റ് കളർ ബീഡ്സ് വെച്ച് കൊടുക്കേണ്ടതാണ്. പിന്നെ ഈ 2 സൈഡിൽ നമ്മൾ കുറച്ച് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ ഡിസൈൻ ചെയ്യേണ്ടതാണ്. സീക്വൻസും കട്ട് ബീഡ്സും വെച്ച് 3 പെറ്റൽ പോലെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഇതാണ് അതിന്റെ ഡീറ്റെയിലിംഗ് വരുന്നത്. നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആണ്. നല്ലൊരു ബുട്ടിക് ഡിസൈനും കൂടെയാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ചധികം സമയം എടുക്കും, എന്നാലും കാണാൻ നല്ല ഭംഗിയാണ്. ഡീറ്റെയിലിംഗ് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഞാനിവിടെ ചെറിയ കട്ട് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി ചെറുതാണ്. നോർമലി എടുക്കുന്നതിനേക്കാളും ചെറിയ കട്ട് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് കളർ ബീഡ്സ് ആണ്. നോർമൽ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഗോൾഡൻ കളർ ബീഡ്സ് ആണ്. ചെറുതാണ് കേട്ടോ. നമ്മൾ നോർമലി എടുക്കുന്നതിനേക്കാളും ചെറുതാണ്. അതായത് നമ്മുടെ ഈ വൈറ്റ് കളർ ബീഡ്സ് ഇല്ലേ, അതാണ് നോർമലി വരുന്നത്. അതിനേക്കാളും ചെറുതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് സീക്വൻസ് ആണ് കേട്ടോ. ഗോൾഡൻ കളർ സീക്വൻസ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ത്രെഡ് എന്ന് പറയുമ്പോൾ നോർമൽ സീം ത്രെഡ് ആണ്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തിരിക്കുന്നത്. നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെയാണ് നോക്കാം. ഞാൻ മെറ്റീരിയൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഞാൻ കറക്റ്റായിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. എൻ്റെ നെക്ക് ലെങ്തും നെക്ക് വിഡ്ത്തും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ കർവ് പോലെ, ഒത്തിരി അങ്ങ് കർവാക്കണ്ട കേട്ടോ. നമ്മൾ സ്കാലപ്പൊക്കെ ചെയ്യുന്നത് പോലെ ഒത്തിരി കർവ് വേണ്ട, ചെറിയൊരു കർവ് കൊടുത്താൽ മതി. ഞാൻ ഈ സെന്ററിലെ ലൈനിലൂടെ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഗോൾഡൻ ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഗോൾഡൻ ബീഡ്സ് കൊടുക്കുമ്പോൾ നമ്മളൊരു 3 ബീഡ് വീതമാണ് ചെയ്തു പോരുന്നത്. 3ാമത്തെ ബീഡിന് ഉള്ളിലൂടെ തന്നെ നീഡിൽ വീണ്ടും എടുത്ത് കറക്റ്റായിട്ട് ചെയ്തു പോരുവാണ് ചെയ്യുന്നത്. വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ കർവായിട്ട് ഗോൾഡൻ ബീഡ് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലായിട്ട് നമ്മൾ കട്ട് ബീഡാണ് വെച്ച് കൊടുക്കേണ്ടത്. കട്ട് ബീഡും ഒത്തിരി ചെറുതാണ്. ഞാൻ 3 കട്ട് ബീഡ് വീതം എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ 2 സൈഡിലായിട്ട് നമുക്ക് കട്ട് ബീഡ്സും വെച്ച് കൊടുക്കാം.
ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ 3 ലെയറും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2 സൈഡിലും 2 ലീഫ് ചെയ്ത് കൊടുക്കാവേ. ചെറിയ കട്ട് ബീഡ് ആയതുകൊണ്ട് 4 കട്ട് ബീഡ് വെച്ചിട്ടാണ് ലീഫ് ചെയ്യുന്നത്. ഇതുപോലെ ലീഫ് ചെയ്ത് കഴിഞ്ഞാൽ ലീഫിന്റെ ഇടയ്ക്ക് ഓരോ ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ സെന്ററിലായിട്ട് ഒരു വൈറ്റ് കളർ ബീഡ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ വൈറ്റ് കളർ ബീഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് 2 കട്ട് ബീഡും ഒരു സീക്വൻസ് 4 പെറ്റൽ വീതം ചെയ്ത് പോരുവാണേ വേണ്ടത്. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കർവിൽ നമ്മൾ ഇതുപോലെ ലീഫും ഈ ഫ്ലവറും ചെയ്തല്ലോ. ഇനി ഇതിന്റെ മിഡിലായിട്ട് നമുക്കൊരു വൈറ്റ് ബീഡ് വെച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ ഇതുപോലെ 2 ലീഫും ഇതേ പ്രോസസ്സ് തന്നെ പിന്നെ വീണ്ടും ചെയ്ത് പോരുക കേട്ടോ. പറഞ്ഞല്ലോ, ഇതുപോലെ തന്നെ ഇവിടെ ലീഫും 2 സൈഡിൽ 2 ലീഫും ഫ്ലവറും വീണ്ടും ചെയ്ത് പോരാ. റിപ്പീറ്റേഷൻ തന്നെയാണ് കേട്ടോ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഈ കർവ് വരുന്ന ഭാഗത്തെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ ഡിസൈൻസ് ചെയ്തെടുക്കുക. സീക്വൻസും കട്ട് ബീഡും വെച്ച് ചെറിയ ഫ്ലവേഴ്സും ചെയ്തെടുക്കുക. ഇവിടെയൊക്കെ ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് യോക്ക് ഫുള്ളും ഒരു സിമ്പിൾ സ്പ്രെഡിംഗ് ആണ് കൊടുക്കേണ്ടത്. ഒരു കട്ട് ബീഡും ഒരു സീക്വൻസും വീതം 3 ലീഫ് പോലെ അല്ലെങ്കിൽ 3 പെറ്റൽ പോലെ ചെയ്തെടുക്കുവാണ് വേണ്ടത്. യോക്ക് ഫുള്ളായിട്ട് നമുക്ക് ഈ സ്പ്രെഡിംഗ് കൊടുക്കാം. 2 സ്ലീവിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെയാണ് നോക്കട്ടോ ഫുള്ളും ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതുപോലെ ഒരു ബ്ലാക്കും കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പിക്ക് കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. നല്ലൊരു വീനെക്കാണ് വന്നിരിക്കുന്നത്, വൈഡായിട്ടുള്ള വീനെക്കാണ് കേട്ടോ. ആ വീനെക്കിൽ നിന്നും താഴേക്ക് യോക്ക് ഏരിയയിലോട്ട് ഒരു ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ നെക്കിലും നമുക്ക് ആ യോക്ക് ഏരിയയിലും സെയിം വർക്ക് തന്നെയാണ് വരുന്നത്. യോക്ക് ഫുള്ളും സ്പ്രെഡിങ്ങും വരുന്നുണ്ട് കേട്ടോ. കട്ട് ബീഡ്സും സീക്വൻസും വെച്ച് സ്പ്രെഡിങ്ങും കൊടുക്കുന്നുണ്ട്. 2 സ്ലീവിലും ഈ സെയിം വർക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വർക്ക് നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ബ്ലാക്കിൽ നമ്മൾ ചെയ്തത് ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒന്ന് കയറി കണ്ടു നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. SN ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.